അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലവാത്തു റബ്ബി വസലാമുഹു അലാ മൻ അർസലഹുല്ലാഹു റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, ജനുവരി മാസം 23-ാം തീയതി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും എന്ന പ്രമേയത്തിൽ നന്മകളിൽ നിരതരാവാൻ ആഹ്വാനം ചെയ്യുകയാണ് UAE ജുമുഅ ഖുത്ബ. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ, തഖ്വയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. വഇൻ തുഹ്സിനു വതത്തഖു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ അറിയുക, അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. സത്യവിശ്വാസികളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം ഞാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടക്കുകയായിരുന്നു. പ്രവാചകരുടെ തോളിൽ പരുപരുത്ത ഒരു തട്ടമുണ്ട്. വഴിയിൽ വെച്ച് അറാബിയായ ഒരാൾ പ്രവാചകരെ കണ്ടുമുട്ടി. പ്രവാചകരുടെ തോളിലുണ്ടായിരുന്ന ആ തട്ടം പിടിച്ച് അയാൾ അതിശക്തമായി വലിച്ചു. ഞാൻ നോക്കുമ്പോൾ അറാബിയുടെ അതിശക്തമായ ആ വലി കാരണം പ്രവാചകരുടെ കഴുത്തിൽ ആ തട്ടത്തിൻ്റെ അരികു തട്ടി പാടുകൾ വന്നിരിക്കുന്നു. എന്നിട്ട് അറാബി പ്രവാചകരോട് പറഞ്ഞു, യാ മുഹമ്മദ്, മുർലി മിൻ മാലില്ലാഹില്ലദി ഇൻദക്. അള്ളാഹുവിൻ്റെ സ്വത്തിൽ നിന്ന് താങ്കളുടെ കൈവശമുള്ളതിൽ നിന്ന് എന്തെങ്കിലും എനിക്കു തരാൻ താങ്കളുടെ അനുയായികളോട് കൽപ്പിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചുകൊണ്ട് ആ അറാബിയെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അദ്ദേഹത്തിന് ദാനമായി വല്ലതും നൽകാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇതായിരുന്നു സഹോദരങ്ങളെ നമ്മുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോട് നന്മ ഹൃദയത്തിൽ കുടിയിരുത്താൻ പ്രവാചകർ ഉപദേശിക്കുകയാണ്. ആളുകൾ നമ്മോട് നന്മ ചെയ്താൽ സ്വാഭാവികമായി നാം നന്മ ചെയ്യും. ആളുകൾ നമ്മോട് തിന്മ ചെയ്താൽ നാം തിരിച്ച് തിന്മ ചെയ്യുകയില്ല. കാരണം നന്മയെന്നത് ഒരാളിൽ സ്വാഭാവികമായി ഉണ്ടായിപ്പോവുന്ന പ്രകൃതമാണ്. നന്മ സ്നേഹത്തിൻ്റെ സമയത്തുണ്ടാകും, സ്നേഹം പിരിയുമ്പോഴുണ്ടാകും, കോപത്തിൻ്റെ സമയത്തും സംതൃപ്തിയിലും ഞെരുക്കത്തിലും എളുപ്പത്തിലുമെല്ലാം നന്മ ആളുകളോടൊപ്പമുണ്ടാവും. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പരീക്ഷണ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ, ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആളുകൾ പറയുന്നത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്നാണ്. അതായത് താങ്കളെ നല്ല ഒരാളായാണ്, നന്മ പ്രവർത്തിക്കുന്നയാളായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥാനമുയരുകയും വലിയ നേതാവായി മാറുകയും ചെയ്തപ്പോഴും നന്മ അദ്ദേഹത്തിൽ നിന്നു മാറിപ്പോയില്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൻ്റെ ഭരണകാര്യങ്ങൾ കൈയാളുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു. അവരദ്ദേഹത്തോട് പറയുന്നത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്നു തന്നെയാണ്. താങ്കളെ നന്മ പ്രവർത്തിക്കുന്ന ഒരാളായാണ് ഞങ്ങൾ കാണുന്നത്. ഇഹ്സാൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം വർദ്ധിതമായ നന്മയെന്നാണ്. മറ്റുള്ളവർക്ക് നൽകേണ്ടതെത്രയാണോ അതിലേറെ നൽകുക. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ടായിരിക്കണം ആ നൽകുന്നത് എന്നു മാത്രം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നീതിയും നന്മയുമാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഇഹ്സാനിൻ്റെ പരമമായ നന്മയുടെ അർത്ഥതലങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിച്ചവരായിരുന്നു. അതും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കുത്തരം നൽകിക്കൊണ്ടായിരുന്നു. മിസ്തഹ് ബിൻ ഉസാസ എന്നു പറയുന്ന സ്വഹാബിക്ക്, അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരനായിരുന്നു, പരമദരിദ്രനുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹായിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പിന്നീട് മിസ്തഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും കുടുംബത്തിനുമെതിരെ ചില അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോഴാണ്
ഒരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വല്ലാഹി ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ ഷൈഅൻ അബദ, ഇന്നു തൊട്ട് മിസ്തഹിന് ഞാനൊന്നുമേ നൽകുന്നതല്ല എന്ന്. ഉടനെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിറക്കുകയുണ്ടായി. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും എന്നു തുടങ്ങി വൽ യഅഫു വൽ യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സാമ്പത്തിക കഴിവുമുള്ളവർ സഹായം കൊടുക്കുകയില്ലെന്ന് ഒരു കാരണവശാലും സത്യം ചെയ്യരുത്. തുടർന്ന് അള്ളാഹു പറഞ്ഞു, അതുകൊണ്ട് അവർ പരസ്പരം മാപ്പു നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമ കാരുണ്യകനുമാണ്. ഈ സൂക്തം അവതീർണമായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടൻ പ്രതികരിച്ചു, ബലാ വല്ലാഹ് ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, ഞാൻ തീർച്ചയായും അള്ളാഹു എനിക്ക് പൊറുത്തു തരണമെന്നാഗ്രഹിക്കുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് നൽകിക്കൊണ്ടിരുന്ന സഹായം തുടർന്നും നൽകുകയും മരണം വരെ ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല എന്ന് സത്യം ചെയ്യുകയും ചെയ്തു. സത്യവിശ്വാസികൾ എപ്പോഴും അവരുടെ മുദ്രാവാക്യമായി കൊണ്ടു നടക്കുന്നത് നാം നന്മകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആരെങ്കിലും തിന്മ ചെയ്യുന്നു എന്നത് നമ്മെ നന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയേ ഇല്ല. അള്ളാഹു പറയുന്നതും അതുതന്നെയാണ്. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ, ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ തടയുക. അവർ പറഞ്ഞു പരത്തുന്നതിനെപ്പറ്റി നാം നന്നായി അറിയുന്നവരാണ്. നന്മ ചെയ്യുന്നയാളുകൾ അവരുടെ വഴികളിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും സ്ഥിരതയോടെ അതിനെ മറികടക്കും. അവരെപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് എല്ലാ പ്രതിസന്ധികൾക്കു പിന്നിലും വലിയ നന്മകളുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. സത്യവിശ്വാസികളെ, നന്മയുടെ മാർഗങ്ങൾ പലതരമാണ്. അതിൻ്റെ രൂപങ്ങൾ വിവിധങ്ങളാണ്. അവയിലേറ്റവും പ്രധാനപ്പെട്ടതും മഹത്വമേറിയതും നമ്മുടെ മാതാപിതാക്കളോട് നാം ചെയ്യുന്ന നന്മയാണ്, അവർക്ക് ചെയ്യുന്ന ഗുണമാണ്. അവരോട് നമുക്കുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതാണ്. പിന്നീട് നന്മയുടെ മേഖലകൾ നമ്മുടെ കുടുംബത്തിലേക്ക് പരന്നുകിടക്കുകയാണ്. കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് സംരക്ഷിക്കുക, വേണ്ട പരിഗണന നൽകുക, സ്നേഹവും ലാളനയും അർപ്പിക്കുക. പിന്നീട് നന്മയുടെ ഗുണത്തിൻ്റെ മേഖലകൾ എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു കിടക്കുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീനി വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, ബന്ധുക്കൾ, അനാഥകൾ, അഗതികൾ, കുടുംബക്കാരായ അയൽവാസികൾ, അന്യരായ അയൽവാസികൾ, സഹവാസികൾ, വഴിയാത്രക്കാർ തുടങ്ങിയവർക്കെല്ലാം നിങ്ങൾ നന്മ പ്രവർത്തിക്കുക. നന്മ ചെയ്യുക എന്നത് അള്ളാഹുവിനെ വഴിപ്പെടുകയും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ചര്യയും സ്വന്തം രാജ്യത്തിൻ്റെ നേതൃത്വത്തിൻ്റെ വഴിയും പിന്തുടരുകയും അവരുടെ മഹത്തായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയും തൻ്റെ തറവാടിത്തം ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഏതൊരു ഉയർന്ന സമൂഹത്തിൻ്റെയും അടയാളമാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസിയായ ഒരാൾ അള്ളാഹു തനിക്കു ചെയ്തിരിക്കുന്ന നന്മകളെ ഓർക്കുകയും അതവന് മറ്റുള്ളവർക്കു നന്മ ചെയ്യുവാൻ പ്രചോദനമായി മാറുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു താങ്കൾക്കു നന്മ ചെയ്തിരിക്കുന്നത് പോലെ താങ്കളും നന്മ ചെയ്യുക. നമ്മളെങ്ങനെയാണ് നന്മ ചെയ്യാതിരിക്കുക? അള്ളാഹു തൻ്റെ അടിമകളോട് നന്മ ചെയ്യാൻ പ്രോത്സാഹനം നൽകുകയും അവർക്ക് അവരുടെ നന്മ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം നൽകുകയും പ്രതിഫലം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം ഒരിക്കലും അള്ളാഹു വൃഥാവിലാക്കുകയില്ല. മാത്രമല്ല, അവർ സമർപ്പിച്ചതിന് അള്ളാഹു പ്രതിഫലം നൽകും.
അവർ നന്മ ചെയ്തതുപോലെ അള്ളാഹു അവരോട് നന്മ ചെയ്യും. അതല്ലാഹുവിൻ്റെ രീതിയാണ്. ഹൽ ജസാ ഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? കവി പറഞ്ഞിട്ടുള്ളതുപോലെ മൻ യഫ്അലിൽ ഖൈറ ലാ യഅദം ജവാസിയഹു ലാ യദ്ഹബുൽ ഉർഫു ബൈനല്ലാഹി വന്നാസി. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവന് ഒരിക്കലും അതിൻ്റെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കാരണം നന്മ അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ ഒരിക്കലും വൃഥാവിലായിപ്പോവില്ല. നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകും, മഹത്വം വർദ്ധിപ്പിച്ചു കൊടുക്കും. അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ അവരെ വലയം ചെയ്യും. മദീനയിലെ അൻസാറുകൾ ധാരാളമായി ദാനം ചെയ്യുന്നവരായിരുന്നു. ഒരിക്കൽ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, ഒരു ക്ഷാമം അവരെ പിടികൂടിയപ്പോൾ അവർ ദാനം അല്പം കുറച്ചു. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത്, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുക, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവർക്ക് സംരക്ഷണ കവചമൊരുക്കും. അവർക്ക് അവൻ്റെ കാരുണ്യം അവൻ പരത്തിക്കൊടുക്കും. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ കാരുണ്യം നന്മ ചെയ്യുന്നവരോട് ഏറെ സമീപമാണ്. അന്ത്യനാളിൽ നന്മ ചെയ്യുന്നവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവർക്ക് ഏറ്റവും മഹത്തരമായ സമ്മാനങ്ങൾ അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം കൊണ്ട് അവരെ അള്ളാഹു ആദരിക്കും. അള്ളാഹു പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, നന്മയുണ്ട്, അതിലധികവുമുണ്ട്. നാം ഇന്ന് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ റമദാനിനു വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ്. ആ ഒരുക്കം നന്മ കൊണ്ടാണ്, സൽക്കർമ്മങ്ങൾ കൊണ്ടാണ്, നോമ്പുകൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ഹൃദയ വിശുദ്ധി കൊണ്ടുമാണ്. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഇവയെല്ലാം ചെയ്യേണ്ടത്. ഫല്ലാഹുമ്മ ജഅൽനാ മുഹ്സിനീൻ വഅനിൽ ഇസാആതി മുഅ്രിദീൻ വഅക്രിംനാ ബിന്നദ്രി ഇലാ വജ്ഹിക്കൽ കരീം. അള്ളാഹുവേ, ഞങ്ങളെ നീ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരിലും ഞങ്ങളോട് തിന്മ ചെയ്യുന്നവരിൽ നിന്നു മാറിപ്പോകുന്നവരിലും നിൻ്റെ തിരുമുഖം ദർശിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിലും ഉൾപ്പെടുത്തണമേ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.